ഐസൻ, ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയൊരു ഡെവലപ്മെൻ്റാണ്. അതായത് ഈ ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ച കാര്യം അറിയില്ല, വളരെ വൈകിപ്പോയി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയൊരു കോംപ്രമൈസ് ടോക്കിന് തയ്യാറല്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഐസൻ, അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. കാരണം നമുക്കറിയാവുന്നതാണ് ഈ കോംപ്രമൈസ് ടോക്കിനുള്ള സാധ്യതയില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് എന്ന വാർത്തകളിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം. അതായത് നമുക്കറിയാവുന്നതാണ്, ഫൈറ്ററുകൾ അയക്കുന്നു, അതുപോലെ തന്നെ അതിനുള്ള യുദ്ധസന്നാഹങ്ങൾ അയക്കുന്നു, ഈ കപ്പലെത്തുന്നു. അത്തരത്തിലുള്ള ശക്തമായൊരു പ്രതിരോധ സംവിധാനം ഈ പശ്ചിമേഷ്യയിൽ ആകമാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഏതെങ്കിലും ഒരു കോംപ്രമൈസിനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു എന്നതാണ്. ആ നേരത്തെ ആകാമായിരുന്നൊരു ചർച്ച ഇത്രയും വൈകിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പിന്നീട് ഏത് രീതിയിലാണ് ചർച്ച നടത്തുക അസാധ്യമെന്നത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ 6 തവണയാണ് സ്റ്റീവ് വിറ്റ്കോഫ് 6ാമത്തെ തവണ ചർച്ച നടക്കാനിരിക്കെയാണ് ഈ സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. 5 തവണ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഗവേണിംഗ് ബോഡി തന്നെ സ്ഥിരീകരിക്കുകയാണ് ആണവായുധമുണ്ട് ഇറാൻ്റെ പക്കലെന്ന്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണമെല്ലാം നടക്കുന്നത്. ആണവായുധം സംഭരിച്ചതിന് ശേഷം അത് നിർവീര്യമാക്കുന്നതിനുള്ള ഒരു അവസരം ലഭ്യമാക്കുക എന്നത് വളരെ കൃത്യമായൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. കൃത്യമായൊരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായൊരു ആവശ്യം മുന്നോട്ട് വെച്ചതിന് ശേഷവും ഒരു നടപടികളും സ്വീകരിക്കാതിരിക്കുകയും, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഖമേനിയെ കൊലപ്പെടുത്തേണ്ടതില്ല എന്ന് അമേരിക്ക തീരുമാനിക്കാൻ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് അമേരിക്ക എത്താൻ തന്നെ കാരണം ഇനിയൊരു അവസരം ഈ ആണവ സംവിധാനങ്ങളിൽ നിന്നും പിന്തിരിയാൻ നൽകാമെന്നൊരു ആശയം കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കങ്ങളൊന്നും നടക്കാതെ സ്വാഭാവികമായും അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ ഒരു ആണവശക്തിയായി ഇസ്രായേൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കണക്കുകൾ പ്രകാരം 9 ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ്. 9 ബോംബുകളുടെ പ്രഹരശേഷിയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ അണുബോംബുകളുടെയൊക്കെ പ്രഹരശേഷി, അതിഭീകരമായ പ്രഹരശേഷിയുള്ള സംവിധാനങ്ങളാണ് 9 എണ്ണം ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത തുറക്കുന്ന അത്രയും ആയുധശേഖരം സംഭരിച്ചതിന് ശേഷം ഇനി എന്ത് കോംപ്രമൈസ് ചർച്ച എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യം. പക്ഷേ നേരിട്ട് ട്രംപ് ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ഈ ഇറാനെതിരായ നടപടികളിലേക്ക് നേരിട്ട് അമേരിക്ക നീങ്ങുന്നില്ല എന്നതും, എന്നാൽ ഇസ്രായേൽ നീങ്ങുമ്പോൾ അമേരിക്ക മറ്റ് പ്രോക്സികൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പ്രോക്സികളുടെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ് അമേരിക്ക നിലവിലെ സൈനിക നീക്കത്തിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കേണ്ടത്.